ഹായ്, ഇന്ന് ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിന് എല്ലാവരെയും കൊണ്ട് ചെറിയൊരു പറമ്പിലേക്ക് പോവാണ്. നല്ലൊരു സുന്ദരമായ പ്രദേശം കേട്ടോ. വൈകുന്നേര ദിവസങ്ങളിൽ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോണത് ഒരു രസമല്ലേ. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പോയതാണ്. കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് നമ്മളെ തെച്ചിപ്പൂവ്, കാട്ടിലെ തെച്ചി എന്നാണ് എല്ലാവരും പറച്ചില്. നിങ്ങളവിടെ എന്താ പറയുക? ഇതിൻ്റെ പേരെന്താ കുന്നിക്കുരു ആണെന്ന് തോന്നുന്നു. നിങ്ങളവിടെ എന്താ പറയുക എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടോ. ഇതൊക്കെ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ തിന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്ത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. ഒരു രസമായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ വീട്ടിൽ ചെടിയായിട്ടൊക്കെ വെച്ച നല്ല രസമായിക്കാരം. നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോക്കുണ്ടോ? അങ്ങനെ ഇതെന്ത് സംഭവം എന്ന് ഞാൻ കുറേ നോക്കിട്ടോ. എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ പറമ്പിൽ കുറേ അറിയണതും അറിയാത്തതുമായ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ചിലതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അവിടുന്ന് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് പോലും എനിക്കറിയാം. ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാവും കേട്ടോ. എന്താ അതിൻ്റെ ഉള്ളിലേക്ക് പോയാലൊക്കെയെന്ന് അറിയില്ലല്ലോ. വലിയ ധൈര്യമില്ലാത്ത ആൾക്കാരൊക്കെ പോയിക്കുന്നത്. അങ്ങനെ ആകാശത്തൊക്കെ മഴക്കാറ് വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതിൻ്റെ മുന്നേ എന്തായാലും വീട്ടിലെത്തണം. അല്ലെങ്കിൽ വീട്ടിൽ പോരാളെടുത്ത് അപ്പുറത്തേക്കിടും. അങ്ങനെ ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിട്ടോ. എപ്പോഴും നമ്മൾ പാർക്കിലും ബീച്ചിലും മാത്രം പോയാൽ പോരല്ലോ. ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവത്തേക്കും കൂടി പോകണ്ടേ. എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം പാടത്തേക്കും തോട്ടിലേക്കും അങ്ങനെയുള്ള ഭാഗത്തേക്ക് പോകണതാട്ടോ. ഇവിടെ പിന്നെ ആ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉള്ള ഭാഗം ഓണം പോലെ വിചാരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോകും കേട്ടോ. പിന്നെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഡ്രൈവിങ് അറിയാത്തവർക്കൊക്കെ ഡ്രൈവിങ് പഠിക്കുക, അതേമാതിരി കുട്ടികൾക്കൊക്കെ പന്ത് കളിക്കാം, അങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മഴ തുള്ളിയിടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.